ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुधपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखामितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकान्द राधाकान्द नमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ॐ विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामने। नमस्ते सरस्वतीदेवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। श्रीकृष्णचैतन्यप्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवम्। हरे कृष्ण। ശ്രീ ഭഗവത്ഗീത അധ്യായം 9 ശ്ലോകം നമ്പർ 6. ആറാമത്തെ ശ്ലോകമാണ് നമ്മളിന്ന് നോക്കേണ്ടത്. യഥാ യഥാകാശസ്ഥിതോ നിത്യം വായു സർവത്ര ഗോ മഹാൻ തദാ സർവാണി ഭൂതാനി മത്സ്ഥാനീതി ഉപധാരയ. വായിച്ചോളൂ. हरे कृष्णा। यथा भासस्थितो नित्यं वायु सर्वत्र गो महान् तदा सर्वाणि भूतानि हस्तानित्युपधारयाम्. विवर्तनम् वाक्यन्दे प्रभु विवर्तनं വായിക്കൂ. വിവർത്തനം. ശ്രീ ഭക്തിവേദാന്ത ശ്രീയുടെ പ്രഭുപാദ് കി ജയ്. ആകാശത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് തന്നെ ശക്തിയുള്ള കാറ്റ് എല്ലായിടത്തും സഞ്ചരിക്കുന്നു. അതുപോലെ സർവ സൃഷ്ടികളും എക്കാലത്തും എന്നിലാണ് വിശ്രമിക്കുന്നത്. ഭാവാർത്ഥം: ഭീമമായ ഈ ഭൗതിക പ്രപഞ്ചം എങ്ങനെ ഭഗവാനിൽ സ്ഥിതി ചെയ്യുന്നുവെന്ന് ഒരു സാധാരണ മനുഷ്യന് ഊഹിക്കാനാവില്ല. അതിന്റെ സാധ്യത നമുക്ക് സുഗ്രാഹ്യമാക്കാനായി ഒരു ഉദാഹരണം ഇവിടെ കൊടുക്കുകയാണ് ഭഗവാൻ. മനുഷ്യന് അനുമാനിക്കാവുന്ന വിപുലമായൊരു പ്രതിഭാസമാണ് ആകാശം. ആ ആകാശത്തിലുള്ള വായു അഥവാ കാറ്റാണ് പ്രപഞ്ചത്തിലെ മഹത്തായ ആവിർഭാവം. വായുവിന്റെ ചലനം സർവ പദാർത്ഥങ്ങളുടെയും ചലനത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അത്രയും മഹത്തരമാണ് വായു. എങ്കിലും അത് ആകാശത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു, അതിനപ്പുറം കടക്കുന്നില്ല. അതുപോലെ തന്നെ വിസ്മയാവഹമായ ഈ പ്രത്യക്ഷ പ്രപഞ്ചം പരമമായ ഭഗവത്ച്ഛയാൽ നിലനിൽക്കുന്നു. എല്ലാം അതിനെ ആശ്രയിക്കുന്നു. ഭഗവാന്റെ ഹിതമനുസരിച്ചല്ലാതെ ഒരു പുൽക്കൊടി പോലും ഇളകുന്നില്ല. ആ ഇച്ഛാശക്തിക്ക് അധീനപ്പെട്ടാണ് ഏതൊന്നിന്റെയും പ്രവർത്തനം. ജീവജാലങ്ങളുടെ സൃഷ്ടിയും സ്ഥിതി സംഹാരങ്ങളും നടക്കുന്നത് ആ ഇച്ഛയ്ക്ക് വഴങ്ങി തന്നെ. എങ്കിലും ഭഗവാൻ അവയിൽ നിന്ന് അതീതനാണ്. വായുവിന്റെ പ്രവർത്തനങ്ങൾ ബാധിക്കാത്ത ആകാശത്തെ പോലെ യദ്ഭിക്ഷാവാദ പവതേ എന്ന് ഉപനിഷത് സൂക്തം തൈത്തിരീയം 2:8-1. പരമപുരുഷനെ ഭയന്നാണ് വായു ചരിക്കുന്നത്. ഏതസ്യ വാ അക്ഷരസ്യ പ്രശാസനെ ഗാർഗി സൂര്യചന്ദ്രമസൗ വിദ്യദ്ദൗ തിഷ്ഠത ഏതസ്യ വാ അക്ഷരസ്യ പ്രശാസനെ ഗാർഗി ദ്യാവാ
പൃഥിവ്യൗ വിതൗതൗ തിഷ്ഠത. ബൃഹദാരണ്യകം 3:8-9. പരമദിവ്യോത്തമ പുരുഷന്റെ പരമമായ ആജ്ഞയാൽ അവിടത്തെ നിയന്ത്രണത്തിൽ സൂര്യചന്ദ്രന്മാരും മറ്റു വൻഗ്രഹങ്ങളും ചരിക്കുന്നു. യച്ചക്ഷുരേഷ സവിതാ സകലഗ്രഹാണാം രാജാ സമസ്ത സുരമൂർത്തിരശേഷ തേജാം യസ്യാജ്ഞയാ ഭ്രമതി സംവ്രതകാലചക്രോ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ബ്രഹ്മസംഹിത 5:52. സൂര്യന്റെ ചലനത്തെക്കുറിച്ചുള്ള വിവരണമാണിത്. സൂര്യൻ ഭഗവാന്റെ ഒരു കണ്ണാണെന്നും ചൂടും വെളിച്ചവും പ്രസരിപ്പിക്കാൻ അതിന് അളവറ്റ കഴിവുണ്ടെന്നും പറയപ്പെടുന്നുവെങ്കിലും ഗോവിന്ദന്റെ ആജ്ഞയും ആഗ്രഹവും അനുസരിച്ച് നിർദ്ദിഷ്ട പദത്തിലൂടെയാണത് നീങ്ങുന്നത്. ഇങ്ങനെ നമ്മുടെ ദൃഷ്ടിയിൽ ഏറ്റവും വലുതും ആശ്ചര്യകരവുമായ ഈ ഭൗതിക പ്രപഞ്ചം ഭഗവാന്റെ പൂർണ്ണ നിയന്ത്രണത്തിനധീനമാണെന്നതിന് വൈദിക സാഹിത്യത്തിൽ പല തെളിവുകളും എടുത്തുകാട്ടിയിട്ടുണ്ട്. ഇതേ വിഷയത്തെപ്പറ്റി ഈ അധ്യായത്തിന്റെ അവസാന ശ്ലോകത്തിൽ കൂടുതൽ വിവരിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഓക്കെ, ഇപ്പം എന്താ പറയുന്നത് ഇവിടെ? ഭഗവാൻ പറയുവാണ്, ഒരു ഉപമ പറയുവാണ് ഇവിടെ കാറ്റിനെ കുറിച്ച്. കാറ്റ് നമുക്കറിയാം, കാറ്റ് എവിടെ വേണമെങ്കിൽ സഞ്ചരിക്കാൻ സാധിക്കും അല്ലേ? അത് പക്ഷേ ഈ ആകാശം വിട്ട് പോകുന്നില്ല കാറ്റ്. ആകാശത്തിന് അപ്പുറത്തേക്ക് കാറ്റിന് പോകാൻ സാധിക്കില്ല. അതേസമയം ആകാശം വേറെയാണ്, കാറ്റും വേറെയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നു അല്ലേ? അതേപോലെ ഇവിടെ എന്താ പറയുന്നത്? ഭഗവാൻ ഭൗതിക ലോകം സൃഷ്ടിക്കുന്നു, സംഹാരം അദ്ദേഹം തന്നെ ചെയ്യുന്നു, എല്ലാം അദ്ദേഹം ചെയ്യുന്നത്, അത് പരിപാലനം അദ്ദേഹമാണ് ചെയ്യുന്നത്. അദ്ദേഹവുമായിട്ട് മാറി നിൽക്കുന്നതായിട്ട് ഒന്നും തന്നെ ഇല്ല ഇവിടെ. ഈ ഭൗതിക ലോകത്തിൽ മാത്രമല്ല, ആധ്യാത്മിക ലോകത്തിലാണെങ്കിലും എല്ലാം തന്നെ അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും ആശ്രയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിനും അപ്പുറത്ത് ഒന്നുമില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് തന്നിട്ടുള്ളത് കാറ്റും ആകാശവുമാണെന്ന് മാത്രം. അപ്പോൾ നമുക്കറിയാം, ആകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പടർന്ന് കിടക്കുന്നു. അതേപോലെ തന്നെ കാറ്റും അതേപോലെ തന്നെയാണ്. ഈ വായു എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇത് വല്ലാത്ത, അത് പറയുന്നത് ഭഗവാന്റെ ഒരുപാട് സൃഷ്ടികളിൽ പ്രധാനപ്പെട്ടൊരു സൃഷ്ടിയാണ് വായു എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ ഭഗവാൻ എല്ലാം ചെയ്യുന്നു. അല്ലെങ്കിൽ ഈ ഭൗതിക ലോകം നിലനിൽക്കുന്നത്, ഭൗതിക ലോകത്തിൻ്റെ ഓരോ ചലനവും ഓരോ കാര്യങ്ങളും നിലനിൽക്കുന്നത് ഭഗവാന്റെ മഹാകാരുണ്യം കൊണ്ട് മാത്രമാണ്. എന്നാൽ അദ്ദേഹം ഈ ഭൗതിക ലോകത്തിലെ കാര്യങ്ങളും ഗുണങ്ങളിലും അദ്ദേഹത്തിന് ബാധിക്കുന്നില്ല അതൊന്നും. അദ്ദേഹം എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്നു. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ അദ്ദേഹം എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്നു. അദ്ദേഹം ആരെയും ആശ്രയിക്കുന്നില്ല, അദ്ദേഹം സ്വരാട്ടാണ്. അതാണ് പറയുന്നത്. അതിന് ഇവിടെ ഇനി ഉദാഹരണം പറയുന്നു. തൈത്രീയ ഉപനിഷത്തിലെ ശ്ലോകം പറയുന്നുണ്ട് ഇവിടെ. അതായത് ഭഗവാൻ കൃഷ്ണൻ്റെ ആ ഒരു നിയന്ത്രണത്തിൽ മാത്രമാണ് സൂര്യനും ചന്ദ്രനും മറ്റുള്ള ഗ്രഹങ്ങളും ഒക്കെ തന്നെ ചലിക്കുന്നതും പ്രവർത്തിക്കുന്നതും ആക്റ്റീവായിട്ടിരിക്കുന്നതൊക്കെ. ഭഗവാനില്ലെങ്കിൽ സൂര്യദേവനില്ല. ചന്ദ്രൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, സൂര്യൻ്റേതായിട്ടുള്ള ഡ്യൂട്ടീസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഓരോ ഗ്രഹങ്ങളും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ സാധിക്കുന്നു? ഇതെല്ലാം ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. ഭഗവാൻ ഇല്ലെങ്കിൽ, ഭഗവാന്റെ ഒരു നിയന്ത്രണമില്ലെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഒരു സൂപ്പർവിഷൻ ഇല്ലെങ്കിൽ ഒന്നും തന്നെ പ്രവർത്തിക്കാൻ പോകുന്നില്ല. അതാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനം മനസ്സിലാക്കണം. പിന്നെ ഇവിടെ ബ്രഹ്മസംഹിതയിൽ നിന്ന് പറയുന്ന ശ്ലോകം, യച്ചക്ഷുരേഷ സവിത സകലാഗ്രഹാനാം രാജാ സമസ്ത സുരമൂർത്തിരശേഷ തേജഃ യസ്യാജ്ഞയാ ബ്രഹ്മതി സംഭൃതകാലചക്രോ ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. ഈ ശ്ലോകത്തിലും പറയുന്നത് എന്താണ്? ഭഗവാന്റെ നേത്രം ആണ് സൂര്യൻ. ഉദ്ദേശിക്കുന്നത് സൂര്യന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, ചൂടും
വെളിച്ചമൊക്കെ സൂര്യൻ തരുന്നു. എങ്ങനെ തരുന്നു? എങ്ങനെ അദ്ദേഹത്തിന് സാധിക്കുന്നു? ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രം. ഭഗവാന്റെ കണ്ണുകളായിട്ടാണ് ഇവിടെ പറയുന്നത്. അതേപോലെ തന്നെ അത് നമ്മൾ വിശ്വരൂപം പറയുമ്പോൾ പറയുന്നതാണ് ഇതെല്ലാം. അതേപോലെ അദ്ദേഹത്തിൻ്റെ ശക്തി കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശക്തികൾ മാത്രം കൊണ്ടാണ് ഈ പറയുന്ന ഗ്രഹങ്ങളെല്ലാം വേണ്ടതായിട്ടുള്ള ഓർബിറ്റിൽ നിൽക്കുന്നതും അതിൻ്റേതായിട്ടുള്ള മൂവ്മെൻറ്റ്സും ഒക്കെ അതുകൊണ്ടാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ആശ്രയിക്കാത്ത ഒന്നും തന്നെ ഇവിടെയില്ല. ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ചുകൊണ്ടാണ്. അല്ലാതെ വേറെ ഭഗവാനെ മാറ്റി നിർത്തിയിട്ട് ഒരു നിലനിൽപ്പ് അവർക്ക് ഇല്ല. എന്നാൽ ഭഗവാനാണെങ്കിലോ അങ്ങനെയല്ല. ഭഗവാന് ഇതിൽ നിന്ന് മാറി നിൽക്കാനും സാധിക്കുന്നു. ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ അതേസമയം തന്നെ അദ്ദേഹത്തെ ഇതൊന്നും ബാധിക്കുന്നില്ല. ഇവിടുത്തെ ത്രിഗുണങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഇവിടെ നടക്കുന്ന പല പല കാര്യങ്ങളും അല്ലേ, ഭൗതിക ലോകത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഒന്നും തന്നെ അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ലീലകളും കാര്യങ്ങളുമായിട്ട് ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് എല്ലായിടത്തും സർവചരാചരങ്ങളിലും അദ്ദേഹമുണ്ട്. സർവഭൂതാനി കൗന്ദേയ 7, ശ്ലോകം നമ്പർ 7. സർവഭൂതാനി കൗന്ദേയ പ്രകൃതിം യാന്തി മാമികാം കൽപക്ഷയേ പുനസ്താനി കൽപാദോ വിസൃജാമ്യഹം. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. സർവഭൂതാനി കൗന്ദേയ പ്രകൃതിം യാന്തി മാമികാം കൽപക്ഷയേ പുനസ്താനി കൽപാദോ വിസൃജാമ്യഹം. വിവർത്തനം. കുന്തിപുത്ര, ഓരോ കൽപ്പത്തിന്റെയും അവസാനത്തിൽ ഈ ഭൗതിക ആവിർഭാവങ്ങളെല്ലാം എന്നിൽ പ്രവേശിക്കുന്നു. അടുത്ത കൽപ്പം ആരംഭിക്കുമ്പോൾ ഞാൻ അവയെ വീണ്ടും എന്റെ ശക്തിയാൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഭാവാർത്ഥം ശ്രീലപ്രഭാതിക്ക് ജയ. ഭൗതിക പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ പൂർണ്ണമായും ഭഗവത് ഇച്ഛയ്ക്ക് അധീനപ്പെട്ടിരിക്കുന്നു. കൽപ്പാവസാനം എന്നത് ബ്രഹ്മാവിന്റെ മൃത്യുവിനെയാണ് കുറിക്കുന്നത്. ഒരു നൂറ്റാണ്ട് നിലനിൽക്കുന്നതാണ് ബ്രഹ്മാവിന്റെ ജീവിതകാലം. അതിന്റെ ഓരോ പകലും ഭൂലോകവാസികളുടെ 430 കോടി സംവത്സരങ്ങൾ ഉൾക്കൊണ്ടതത്രേ. രാത്രിയും അത്ര തന്നെ വർഷങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അങ്ങനെയുള്ള രാപ്പകലുകൾ ചേർന്ന 30 ദിവസങ്ങൾ ബ്രഹ്മാവിന്റെ മാസവും 12 ബ്രഹ്മമാസങ്ങൾ ചേർന്നാൽ ബ്രഹ്മാവിന്റെ ഒരു വത്സരവുമാകുന്നു. 100 വത്സരങ്ങൾ തികഞ്ഞ് ബ്രഹ്മാവ് മരണമടയുമ്പോൾ പ്രളയമുണ്ടാവും. ഭഗവാനിൽ നിന്ന് ആരംഭിച്ച ശക്തി അദ്ദേഹത്തെ തന്നെ പ്രാപിക്കുന്നു എന്നർത്ഥം. വീണ്ടും പ്രപഞ്ച സൃഷ്ടിക്ക് ആവശ്യം വരുമ്പോൾ ഭഗവാന്റെ ഇച്ഛാശക്തിക്ക് അനുസൃതമായി അത് നിർവഹിക്കപ്പെടുന്നു. ബഹുസ്യാം, ഏകനായ ഞാൻ അനേക രൂപനാകും. ഇതാണ് വേദസൂക്തം. ഛന്ദോഗ്യോപനിഷത്ത് 6:2-3. ഭൗതിക ശക്തിയിൽ അദ്ദേഹം സ്വയം ആവിർഭവിക്കുന്നതോടൊപ്പം പ്രത്യക്ഷ പ്രപഞ്ചം ഉണ്ടാവുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഇവിടെ പറയുന്നു, ഭഗവാൻ പറയുന്നത് എന്താണ്? ഈ ബ്രഹ്മാവിൻ്റെ ആയസ് തീരുന്ന സമയത്ത് ഈ പ്രകൃതി, ഈ പറയുന്ന സൃഷ്ടികളെല്ലാം, ഭൗതിക ലോകവും എല്ലാം തന്നെ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്താണ് ഉദ്ദേശിക്കുന്നത്? മഹാവിഷ്ണുവിലേക്ക് എല്ലാ സൃഷ്ടിയും പ്രവേശിക്കുന്നു. അതിനുശേഷം അടുത്ത ബ്രഹ്മാവ് വരുന്ന സമയത്ത് വീണ്ടും സൃഷ്ടി തുടങ്ങുന്നു. അങ്ങനെയാണ്. ഇവിടെ കൽപ്പം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്, കൽപ്പം എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കൽപ്പം ചിലപ്പോൾ പല സ്ഥലങ്ങളിലും വ്യത്യാസമായിട്ട് നമുക്ക് കാണാം. ഇവിടെ ഈ ശ്ലോകത്തിൽ കൽപ്പം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ബ്രഹ്മാവിൻ്റെ മുഴുവനും ആയസിനെ കുറിച്ചാണ് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ സാധാരണ കാലത്ത് ഒരു കൽപ്പം സാധാരണ നമ്മൾ പറയുന്നത് ഒരു കൽപ്പം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തെയാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഈ ശ്ലോകത്തിൽ ബ്രഹ്മാവിൻ്റെ 100 വയസ്സ് പൂർണ്ണമാവുന്ന ആ ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അതായത് ചുരുക്കം പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ മുഴുവനും ആയസ്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ആയസ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സൃഷ്ടിയെല്ലാം, ഇവിടെയുള്ളതെല്ലാം തിരിച്ച് ഭഗവാനിലേക്ക് പ്രവേശിക്കുന്നു. പിന്നെ അടുത്ത സൃഷ്ടി സംഭവിക്കുമ്പോൾ എല്ലാം പുറത്തു വരുന്നു. അപ്പോൾ സംഹാരം നടക്കുന്നു. പ്രളയത്തിലൂടെയാണ് ഈ സംഹാരം നടക്കുന്നത്. പിന്നെ ഇവിടെ ശില പ്രഭുപാദ് പറയുന്നു ബ്രഹ്മാവിൻ്റെ ആയസിനെ കുറിച്ച്.
നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ ആരെങ്കിലും ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം അല്ലെങ്കിൽ നമ്മുടെ യുഗങ്ങളുടെ കണക്കും അതേപോലെ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസവും എങ്ങനെ എത്ര കാലം ബ്രഹ്മാവ് ജീവിക്കുമെന്നുള്ളതൊക്കെ ആർക്കെങ്കിലും കാൽക്കുലേഷൻ പറയാൻ പറ്റുമോ? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ. ഹരേ കൃഷ്ണ പ്രഭുജി. 1000 ചതുർയുഗങ്ങളാണ് ഭഗവാന്റെ ഒരു ഹാഫ് ഡേ, അതായത് ഒരു ദിവസത്തിന്റെ ഒരു രാത്രി. അതേപോലെ ഇനിയൊരു 1000 ചതുർയുഗങ്ങൾ. അത് കഴിഞ്ഞത് ബ്രഹ്മാവിന്റെ ഒരു ഇത് ഫുള്ളായിട്ടുള്ള ബ്രഹ്മാവിന്റെ സമയം അവസാനിക്കുന്നു. അതോടുകൂടി പ്രളയമാകുന്നു. പ്രളയത്തിൽ എല്ലാ ജീവജാലങ്ങളും ഇതില് ഭഗവാന്റെ ശരീരത്തിൽ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശരീരത്തിൽ തന്നെ പ്രളയമായി എല്ലാ ജീവജാലങ്ങളും എല്ലാം തിരിച്ചു ഭഗവാനിൽ തന്നെ അന്തർലീനമാവുന്നു. അത് കഴിഞ്ഞ് ഇനിയൊരു പകൽ ബ്രഹ്മാവിനെ സൃഷ്ടി ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് തിരിച്ചും ഈ ജീവജാലങ്ങളെല്ലാം സൃഷ്ടിയായി വരുന്നു. അതാണ് എൻ്റെ. താങ്ക് യു. മാതാജി പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ ആ കണക്കാണ് ചോദിച്ചത്. ബ്രഹ്മാവിൻ്റെ ആയുസ് എത്രയാണെന്നുള്ളതും എങ്ങനെയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഒരു ചതുർയുഗം 430 കോടി വർഷങ്ങളായിരിക്കും. ഒരു ചതുർയുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ എത്ര ദിവസമാണ്? അത് ഒരു പകലല്ലേ, പകൽ മുഴുവൻ ഒരു അതായത് ചതുർയുഗം എന്ന് ഉദ്ദേശിക്കുന്നത് 4 യുഗങ്ങൾ 1000 പ്രാവശ്യം. സത്യയുഗം, അതെ, സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, 4 യുഗങ്ങൾ. 4 യുഗങ്ങൾ 1000 പ്രാവശ്യം ആവർത്തിക്കുന്നതാണ് ഒരു പകൽ. ഒരു പകൽ, ബ്രഹ്മാവിന്റെ ഒരു പകൽ. അതായത് അതിനെ ഒരു കൽപ്പെന്നും പറയും. അതേപോലെ രാത്രിയുണ്ട്. അതെ. അപ്പൊ ഒരു ദിവസം ആയിട്ടുള്ളൂ ബ്രഹ്മാവിന്റെ 24 മണിക്കൂർ ആയിട്ടുള്ളൂ. പിന്നെ ആ 24 മണിക്കൂർ ഒരു ദിവസം. അതേപോലെ 365 ദിവസം ഒരു വർഷത്തിലുണ്ട്. അങ്ങനെ 100 വർഷങ്ങൾ. അപ്പോ കണക്ക് എവിടേക്കോ പോയി അല്ലേ? അതെ. അല്ല, പിന്നെയും ആ 100 വർഷം ഞാനത് പറയാൻ വിട്ടുപോയി. അതേപോലെ 100 വർഷങ്ങൾ തികയുമ്പോഴാണ് ബ്രഹ്മാവിന്റെ ഒരു ദിവസം പോലെ 365 ദിവസങ്ങൾ കഴിഞ്ഞ് അതേപോലെ 100 വർഷങ്ങൾ. അതെ, ഒരു വർഷത്തിന്റെ പോലെ പിന്നെ 100 വർഷം ജീവിക്കും. അതെ. അപ്പൊ അത് വരുന്നത് കണക്ക് വലിയൊരു കണക്കാണ്. 311 ട്രില്യൺ 40 ബില്യൺ വർഷങ്ങളാണ് വരുന്നത്. അതിൻ്റെ മലയാളം ഫിഗർ എങ്ങനെയാണെന്ന് പോലും പറയാൻ പോലും എനിക്കറിയില്ല. എത്ര പൂജ്യം ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ എന്താണെങ്കിലും നമ്മുടെ ചിന്തയിലുള്ള നമ്മളെ സംബന്ധിച്ച് ബ്രഹ്മാവിൻ്റെ ആയുസ് ഇത്രയും വലുതാണ്. നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കടുകുമണിയുടെ പോലുമില്ല. എന്നാലും നാം മനസ്സിലാക്കേണ്ടത് ആ ബ്രഹ്മ ഭുവനാലോകെ പുനരാവർത്തനോ അർജുന, ബ്രഹ്മാവിനും അവസാനമുണ്ട്. അതാണ്, അത് മനസ്സിലാക്കണം. അപ്പോൾ ഭൗതിക ലോകത്തിലെ എല്ലാത്തിനും ഒരു അവസാനമുണ്ട്, തുടക്കവും അവസാനമുണ്ട്. സൃഷ്ടി നടക്കുന്നു, സംഹാരം നടക്കുന്നു. അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭൗതിക ലോകം താണ്ടി പോകുമ്പോഴാണ് ശാശ്വതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. അതായത് സൃഷ്ടി സംഹാരമൊന്നുമില്ല, എപ്പോഴും ശാശ്വതമായിട്ടുള്ള ലോകം എന്നും നിലനിൽക്കുന്നു. ആധ്യാത്മിക ലോകം എപ്പോഴും ഉണ്ട്. അവിടെ സംഹാരവും 43 ലക്ഷം 20,000 ഇയേഴ്സ് ആണ്. അതാണ് ഒരു ചതുർയുഗം. 4 യുഗാസ് ചേർന്നത് 43,20,000 വർഷങ്ങൾ. അങ്ങനെ ഒരു ചതുർയുഗമാകുന്നു. അതാണ് കൊടുത്തിരിക്കുന്നത്. ഇഫ് ദ ചതുർയുഗ കം 71 ടൈംസ് ഇറ്റ് ഈസ് കാൾഡ് മന്വന്തര. അല്ലെ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. വോളിയം ഇല്ല, സൗണ്ട് ഇല്ല പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, ശരി. ഹരേ കൃഷ്ണ. കേൾക്കുന്നോ? കേൾക്കാം.
ഉം, പറയൂ. കലിയുഗത്തിന് 4,32,000 വർഷങ്ങളാണ്. അതെ, ദ്വാപര യുഗത്തിന് 4,32,000 മൾട്ടിപ്ലൈഡ് ബൈ 2 കറക്റ്റ്. 32,000 8,52,000. കോടിയല്ലേ പ്രഭു? ഏ 32 അല്ല 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 സോറി സാർ. ശരി 430 കോടികൾ അതെ 430 കോടിയാണ് ഫുൾ 432 കോടി. അതെ കോടി. അതന്നെ 4 ലക്ഷത്തി. 4 ലക്ഷത്തി അപ്പൊ ഓക്കെ 43 കോടി എന്ന് പറയും. ശരിയാണ്. അതെ പിന്നെ ത്രേതായുഗത്തിന് അതിന്റെ 3 ഇരട്ടി, സത്യയുഗത്തിന് അതിന്റെ 4 ഇരട്ടി. അതെ അപ്പൊ എല്ലാ 4 യുഗങ്ങളും ചേർന്നിട്ട് 43 കോടി 20 ലക്ഷം യുഗങ്ങൾ അല്ല ഈ വർഷങ്ങളുണ്ടാവും. അതിനാണ് ഒരു ചതുർയുഗം എന്ന് പറയുന്നത്. ആ ചതുർയുഗം 71 ടൈംസ് റിപ്പീറ്റ് ആവുമ്പോ അതിനൊരു മന്വന്തര പറയുന്നു. ആ മന്വന്തരം പിന്നെയും കൺസിസ്റ്റ് ഓഫ് 43 കോടി 20 ലക്ഷം യുഗങ്ങൾ മൾട്ടിപ്ലൈഡ് ബൈ 71. പിന്നെ എവരി 14 മന്വന്തരാസ് ആർ കാൾഡ് 1 കൽപ്പ. അങ്ങനെ അപ്പൊ ഇത് വലിയ കണക്കാണ്. നമ്മുടെ അതിന് എത്ര ഇത് ഇടണം എന്നറിയില്ല. അറിയില്ല, എത്ര പൂജ്യം വേണമെന്ന് അറിയില്ല. അതുകൊണ്ട് നമുക്ക് തൽക്കാലം അതെ അവിടെ നിർത്താം. ഈ ഒരു കൽപ്പത്തിന് ഈ ഒരു കൽപ്പമാണ് 12 മണിക്കൂർ ബ്രഹ്മാവിന്റെ, അതെ, അല്ലെങ്കിൽ ഒരു ഡേ ടൈം. പിന്നെ അനദർ കൽപ്പം ഇതുപോലെ 4,04,32 ബില്യൺ ഇയേഴ്സ്. ഇവിടെ ഈ ഭാവാർത്ഥത്തില് എത്ര പൂജ്യം വന്നിട്ടുണ്ട്? അത് 43 കോടിയാണോ 430 കോടിയാണോ? 432 430. 30 കോടി. രജനി മാതാജി 430. 43 കോടിയല്ല, അത് 430 കോടിയാണ്. അപ്പൊ അത് അതെ ഒരു ദിവസം ആവുന്നുള്ളൂ. 30 കോടി ഒരു ദിവസമാണെങ്കിൽ 860 കോടി ആണ് 24 മണിക്കൂർ ആവുന്നത് അദ്ദേഹത്തിന്റെ. അതേപോലെ 365 ദിവസങ്ങൾ 100 വയസ്സ് 100 വയസ്സ്. അപ്പോഴാണ് ഈ പറയുന്ന കണക്ക് വരുന്നത്. ഓക്കെ, എനിവേ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് എത്ര പൂജ്യം നോക്കണ്ട, അങ്ങനെ ഇരിക്കട്ടെ. പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ചോദിക്കുമ്പോഴാണ് ബുക്ക് എടുത്തിട്ട് എഴുതി വെച്ചതൊക്കെ ഒന്ന് വായിച്ചു നോക്ക്. ഹരേ കൃഷ്ണ. അല്ല, സിമ്പിൾ കാൽക്കുലേഷൻ ആണ് കാര്യം ഇവിടെ. അതായത് നമുക്ക് ആകെ കലിയുഗത്തിന്റെ ഫിഗർ മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ നമുക്ക് സുഖമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ? പിന്നെ 2 times 3 times 4 times എന്ന് വെച്ച് പോയാൽ മതി. പിന്നെ അത് 1000 പ്രാവശ്യം കറങ്ങുന്നതും 1000 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ മൾട്ടിപ്ലൈ ബൈ 2. അപ്പോൾ ഒരു ദിവസം 24 മണിക്കൂറായി. പിന്നെ 100 വയസ്സ്. സിമ്പിൾ മാത്സ് ആണ്. മാതാജി മാത്സ് ടീച്ചറാണോ? അതെ. അതുകൊണ്ടാണ് ചോദിച്ചത് ഇതിൽ എത്ര പൂജ്യം ഉണ്ടെന്ന്. അപ്പൊ അടുത്ത ദിവസം മാതാജിക്കുള്ള ഹോംവർക്ക് എന്താന്ന് വെച്ചാല് ഞങ്ങൾക്ക് പറഞ്ഞു തരണം എല്ലാവർക്കും. മാതാജി പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാല് ബ്രഹ്മാവിന്റെ ഫുൾ ആയുസ് എന്ന് പറയുമ്പോൾ 311 ട്രില്യൺ 40 ബില്യൺ ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയുക. പക്ഷെ അതിന് എത്ര പൂജ്യം വേണമെന്ന് എനിക്കറിയില്ല മലയാളത്തിൽ. മാതാജി എത്രയാണ് എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് പറയണം മാത്സ് ടീച്ചർ. ട്രില്യൺ ബില്യൺ എന്ന് ഞങ്ങൾക്ക് അറിയണ്ട, പൂജ്യത്തിന്റെ എണ്ണം അറിയണം. അതിങ്ങനെ വാല് പോലെ നീണ്ടു പോയിക്കൊണ്ടേയിരിക്കും. അതെ, അതിന് ഒരു അളവില്ലെന്ന്, കണക്കില്ലെന്ന്. ഹരേ കൃഷ്ണ, രാധേശ്യാം. ഓക്കെ, 8ാമത്തെ ശ്ലോകം. പ്രകൃതിം സ്വാം അവസ്തഭ്യ വിസൃജാമി പുനഃ 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 ഭൂതഗ്രാമം ഇമം കൃഷ്ണം അവശം പ്രകൃതേർവസാത്. യെസ്, വായിക്കൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രകൃതിം സ്വാം അവഷ്ടഭ്യ വിസൃജാമി പുനഃ പുനഃ ഭൂതഗ്രാമമിമം കൃഷ്ണം അവശം പ്രകൃതേർവശാത്. വിവർത്തനം വായിക്കണം പ്രഭു. ഭാവാർത്ഥം വായിക്കണം. വിവർത്തനം ആൻഡ് ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. പ്രപഞ്ച പ്രവർത്തനം എന്റെ അധീനതയിലാണ്. എന്റെ ഇച്ഛയ്ക്കനുസരിച്ച് അത് വീണ്ടും വീണ്ടും ആവിർഭവിക്കുകയും ഒടുവിൽ തിരോഭവിക്കുകയും ചെയ്യുന്നു. ഭാവാർത്ഥം.
ശ്രീ പ്രഭാത് കി ജയ്. ഭഗവാന്റെ അധമശക്തിയുടെ ആവിഷ്കാരമാണ് പ്രപഞ്ചമെന്ന് മുൻപ് പലതവണ പറഞ്ഞിട്ടുണ്ട്. സൃഷ്ടിവേളയിൽ ഭൗതിക ശക്തി മഹത്തത്വം എന്ന പേരിൽ വേർതിരിക്കപ്പെട്ടു. ഭഗവാന്റെ ആദിപുരുഷാവതാരമായ മഹാവിഷ്ണു അതിൽ ഉൾപ്പോകുന്നു. ആ കാരുണ്യസമുദ്രത്തിൽ കിടക്കുന്ന അദ്ദേഹത്തിന്റെ ഉച്ഛ്വാസങ്ങളിൽ നിന്നാണ് എണ്ണമറ്റ പ്രപഞ്ചങ്ങൾ ഉളവാകുന്നത്. ആ ഓരോ പ്രപഞ്ചത്തിലും ഗർഭോദശായി വിഷ്ണുവിന്റെ രൂപത്തിൽ ഭഗവാൻ വീണ്ടും പ്രവേശിക്കുന്നു. അങ്ങനെയാണ് ഓരോ പ്രപഞ്ചവും സൃഷ്ടിക്കപ്പെടുന്നത്. പിന്നെ ക്ഷീരോദശായി വിഷ്ണുവായും ഭഗവാൻ സ്വയം ആവിർഭവിക്കുന്നു. ആ വിഷ്ണുവാകട്ടെ ഏതൊരണുവിലും അന്തർപ്രവിഷ്ടനാവുന്നുണ്ട്. അവിടുന്ന് എല്ലാറ്റിലും പ്രവേശിക്കുന്നു. ഈ വസ്തുതയാണ് ഇവിടെ വിവരിക്കുന്നത്. ജീവാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം പ്രകൃതിയുടെ ഗർഭത്തിൽ നിലകൊള്ളുകയും പൂർവ്വ ജന്മകർമ്മഫലങ്ങൾക്കനുസരിച്ച് വിവിധ നിലകളിൽ കൈക്കൊള്ളുകയും ചെയ്യുന്നു. ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ പ്രവർത്തനം അങ്ങനെ ആരംഭിക്കുകയായി. വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ജീവജാലങ്ങളുടെ പ്രവർത്തനങ്ങളും സർഗാരംഭം മുതൽക്കേ തുടങ്ങും. അവയെല്ലാം ക്രമേണ പരിണമിക്കുകയല്ല, പ്രപഞ്ചത്തിന്റെ ആവിർഭാവത്തോടുകൂടി തന്നെ ഭിന്നവർഗങ്ങളിൽ പെട്ട ജീവികൾ, മനുഷ്യർ, മൃഗങ്ങൾ, പക്ഷികൾ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു. കഴിഞ്ഞ പ്രളയകാലത്ത് ജീവാത്മാക്കൾക്ക് ഏതേത് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നുവോ അതേ ആഗ്രഹങ്ങളാണ് പുനരാവിഷ്കരിക്കപ്പെടുന്നത്. ജീവാത്മാക്കൾക്ക് ഈ പ്രക്രിയയിൽ സ്വാധീനതയില്ലെന്ന് അവശം എന്ന പദം വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞുപോയ സൃഷ്ടികാലത്ത് അവരുടെ ജീവിതം എങ്ങനെയോ അതേ അവസ്ഥ പുനരാരംഭിക്കുന്നതേയുള്ളൂ. അതും ഭഗവൻ നിയോഗം കൊണ്ട് തന്നെ. ഇതാണ് കൃഷ്ണന്റെ ഭാവനാതീതമായ പ്രഭാവം. വിവിധ ഭാഗങ്ങളിൽപ്പെട്ട ജീവവർഗത്തെ ഇങ്ങനെ സൃഷ്ടിച്ച ശേഷം അദ്ദേഹം അവയോട് ബന്ധം പുലർത്തുന്നില്ലതാനും. വിവിധ ജീവാത്മാക്കളുടെ വാസനകൾക്ക് അനുയോജ്യമായാണ് സൃഷ്ടി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാൻ അതിൽപ്പെട്ടു പോകുന്നില്ല. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവാൻ പറയുന്നു, ഈ ഭൗതിക ലോകത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ? സൃഷ്ടി സംഹാരം. ഇവിടുത്തെ ഈ ഒരു ഭൗതിക ലോകം നിലനിൽക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നു, എല്ലാം തന്നെ ഭൗതിക ലോക ഭൂതഗ്രാമം, ഈ ഭൗതിക ലോകത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും എൻ്റെ നിയന്ത്രണത്തിലാണ്, അല്ലെങ്കിൽ എൻ്റെ സൂപ്പർവിഷനിലാണ് നടക്കുന്നത്. അങ്ങനെ എൻ്റെ നിയന്ത്രണത്തിൽ അത് സൃഷ്ടി സംഭവിക്കുന്നു, സംഹാരം സംഭവിക്കുന്നു, പ്രകടമാവുന്നു, അപ്രകടമാവുന്നു. പ്രകടമാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നു, അപ്രകടമാവുക എന്ന് പറഞ്ഞാൽ കാണാൻ സാധിക്കുന്നില്ല. നമുക്കറിയാം. അതല്ലെങ്കിൽ വേറൊരു അർത്ഥം സൃഷ്ടിയും സംഹാരവും. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത്. ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദി പറയുന്നത്, ഈ ഭൗതിക ലോകത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത്, ഭൗതിക ലോകം തന്നെ ഇരിക്കുന്നത് ഭഗവാന്റെ ഏത് ശക്തിയാണെന്ന് പറയുന്നത്? പരാശക്തിയാണോ അപരാശക്തിയാണോ? ഇവിടെ എന്താ പറയുന്നത്? ആദ്യത്തെ വരിയിൽ എന്താ പറയുന്നത്? പരാശക്തി. അതായത് അദ്ദേഹത്തിൻ്റെ ഇൻഫീരിയർ എനർജി. ഈ ഭൗതിക ലോകം ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻഫീരിയർ എന്ന് പറഞ്ഞാൽ, സുപ്പീരിയർ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ ആന്തരിക ശക്തിയെ കുറിച്ചാണ്. അന്തരംഗ ശക്തി അല്ലേ പ്രഭു? ഇൻഫീരിയർ ഇവിടെ എന്താ എഴുതിയിട്ടുള്ളത് മലയാളത്തില്? ഭഗവാന്റെ അധമശക്തിയുടെ അധമശക്തി. അധമശക്തി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഫീരിയർ, സുപ്പീരിയർ എനർജി അല്ല, അല്ലെങ്കിൽ ഇന്റേണൽ എനർജി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആന്തരിക ശക്തിയും ബഹിരാംഗ ശക്തിയും എന്നും പറയാം, രണ്ടും വ്യത്യാസമില്ല. ബഹിരാംഗ ശക്തി എന്താണ്? ഇവിടെ പറയുന്ന ഇൻഫീരിയർ ആണ്. ഇവിടെ പക്ഷേ ബഹിരാംഗ ശക്തിക്ക് വേറെന്തോ മലയാളത്തിൽ പറഞ്ഞിട്ടുള്ള അധമശക്തി. ഓക്കെ, രണ്ടും ഒന്ന് തന്നെ. ഓക്കെ, അപ്പോൾ ഭഗവാന്റെ ബഹിരാംഗ ശക്തി, ഭഗവാന്റെ എന്നാൽ പ്രധാനപ്പെട്ട ആ ആന്തരിക ശക്തി എന്ന് പറയുന്നത് ആധ്യാത്മിക ലോകം നിലനിൽക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ സൃഷ്ടി നടക്കുന്നത് എങ്ങനെയാണ്? ആദ്യം മഹത്തത്വം വരുന്നു, മഹത്തത്വത്തിലേക്ക് മഹാവിഷ്ണു വരുന്നു. മഹാവിഷ്ണുവിൻ്റെ ആ ഒരു ദൃഷ്ടി മുഖേന മഹത്തത്വം ആക്റ്റീവ് ആവുന്നു. പിന്നെ മഹത്വത്തിൽ നിന്നാണ് പിന്നെ സൃഷ്ടി നടക്കുന്നത്. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ ആ ഒരു ദൃഷ്ടി പതിയാതെ പ്രകൃതി ആക്ടിവേറ്റ് ആവുന്നില്ല. അതുവരെ എല്ലാം അപ്രകടമായിട്ടിരിക്കുകയാണ്. മഹാവിഷ്ണുവിൻ്റെ ആ ഒരു ദർശനത്തിലൂടെയാണ് പ്രകടമാവുന്നതും സൃഷ്ടി നടക്കുന്നതും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ മഹാവിഷ്ണു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നാണ്
ബ്രഹ്മാണ്ടങ്ങൾ വരുന്നത്. അങ്ങനെ ഓരോ ബ്രഹ്മാണ്ടത്തിനകത്തേക്കും മഹാവിഷ്ണു ഗർഭോദകസായി വിഷ്ണു ആയിട്ട് അകത്തോട്ട് പോകുന്നു. അപ്പോൾ നോക്കുവാണെങ്കിൽ ഓരോ ബ്രഹ്മാണ്ടത്തിനകത്തും ഒരു ഗർഭോദകസായി വിഷ്ണു ഉണ്ട്. ആ ഗർഭോദകസായി വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നാണ് ആ താമര വരുന്നതും ബ്രഹ്മാവ് അവിടെയാണ് വരുന്നത്. ആ താമരത്തണ്ടിലാണ് 14 ലോകങ്ങളിരിക്കുന്നത്. അതിൽ ഏറ്റവും മുകളിൽ ബ്രഹ്മലോകം. മനസ്സിലാവുന്നുണ്ടോ? അതിൽ 14 ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 ലോകം 14 പ്ലാനറ്ററി സിസ്റ്റം എന്നാണ് പറയുന്നത്. ഒരു പ്ലാനറ്ററി സിസ്റ്റത്തിൽ കോടിക്കണക്കിന് പ്ലാനറ്റുകൾ, കോടിക്കണക്കിന് ഗ്രഹങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളിരിക്കുന്നത് നടുക്കാണ്, ഭൂർലോക. അവിടെ തന്നെ ഒരുപാട് പ്ലാനറ്റുകളുണ്ട്, നമുക്കറിയാത്തതായിട്ട് ഒരുപാടുണ്ട്. അതുപോലെ അപ്പോൾ 14 ലോകം എന്ന് ഉദ്ദേശിക്കുന്നത് 14 പ്ലാനറ്റ് അല്ല, പ്ലാനറ്ററി സിസ്റ്റം. ഇപ്പോൾ ഒരു പ്ലാനറ്ററി സിസ്റ്റത്തിലെ ആയിരക്കണക്കിന് ഗ്രഹങ്ങളുണ്ട്. അതാണ് കൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെ 14 ലോകങ്ങൾ ഈ താമരത്തണ്ടിലിരിക്കുന്നു. ബ്രഹ്മാവ് ഏറ്റവും മുകളിൽ ബ്രഹ്മലോകം. അങ്ങനെ അപ്പോൾ ഗർഭോദകസായി വിഷ്ണു ഉണ്ട്. പിന്നെ ഓരോ കണത്തിനകത്തും ആറ്റത്തിനകത്തും ക്ഷീരോദകസായി വിഷ്ണു പ്രവേശിക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹം പരമാത്മ രൂപത്തിൽ പ്രവേശിക്കുന്നു. അങ്ങനെയാണ് ഓരോ കണങ്ങളും ആക്റ്റീവ് ആവുന്നത്, ഓരോ ജീവജാലങ്ങളും ആക്റ്റീവ് ആവുന്നത്. അതാണ്. അപ്പോൾ ഭഗവാൻ നോക്കുവാണെങ്കിൽ എല്ലായിടത്തും അദ്ദേഹമുണ്ട്, അദ്ദേഹം ഇല്ലാത്തൊരു സ്ഥലമില്ല. പിന്നെ ശീല പ്രഭുപാദി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സൃഷ്ടിയെല്ലാം നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഒരേ സമയത്ത് മനുഷ്യൻ, ഒരേ സമയത്ത് മൃഗങ്ങളും, ഒരേ സമയത്ത് ചെടികളും പക്ഷികളും ഒക്കെ ഒരേ സമയത്ത് സൃഷ്ടി സംഭവിക്കുന്നുണ്ട്. പണ്ടത്തെ ഒരു സയൻസിൽ, ഇപ്പോഴും സയൻസിലുണ്ടെന്ന് തോന്നുന്നു, തിയറി ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്ന തിയറി ഓഫ് എവല്യൂഷനിൽ പറയുന്നതിൽ പ്രകാരം പലതും കറങ്ങിത്തിരിഞ്ഞ് പറയുന്നത് മനുഷ്യൻ കുരങ്ങിൽ നിന്ന് വന്നു എന്ന് പറയുന്നു. പക്ഷേ സൃഷ്ടി നടക്കുന്നത് അങ്ങനെയല്ല. ഒരേ സമയത്ത് കുരങ്ങനും, ഒരേ സമയത്ത് മനുഷ്യനും, ഒരേ സമയത്ത് ചെടികളും, ഒരേ സമയത്ത് പുഴുവും പക്ഷിയും എല്ലാം ഭഗവാൻ സൃഷ്ടിക്കുന്നുണ്ട്. അല്ലാതെ ഒരെണ്ണത്തിൽ നിന്ന് മറ്റേതിലേക്ക് പരിണാമമല്ല നടക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സയൻസും ഭാഗവതം തമ്മിൽ നമുക്ക് പല കാര്യങ്ങളും വ്യത്യാസം കാണാം. അതുകൊണ്ട് ഈ പല കണ്ടുപിടുത്തങ്ങളിലും കുരങ്ങിൽ നിന്ന് മനുഷ്യൻ വന്നു എന്നൊക്കെ പറയുന്നത് പല ഫേക്കായിട്ടുള്ള തിയറീസും അതിനകത്ത് ഇടയിൽ ആൾക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഫെയിലായിട്ടുണ്ട്. ഒന്നും പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഒരു പരിധിക്കപ്പുറം അതിന് എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് അതിന് സൊല്യൂഷൻ, കറക്റ്റായിട്ടുള്ളൊരു റിസൾട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹൈപ്പോത്തസിസ് എന്നാണ് പറയുക. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ ഒരുപാട് സങ്കല്പങ്ങളുണ്ട്, സാങ്കല്പികമായിട്ടുള്ള പല ഇമാജിനേഷൻസ് ഉണ്ട്. അതുപോലെ പല കാര്യങ്ങളും നമ്മൾ ഇങ്ങനെയാണെന്ന് ധരിച്ചുകൊണ്ട് അതിനെ ബേസാക്കി വെച്ചുകൊണ്ട് കണ്ടുപിടിക്കുന്നതാണ് പലതും. അതുകൊണ്ടാണ് ഹൈപ്പോത്തസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ അതിൻ്റെ റൂട്ട് കോസ് ഒന്നും അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അതാണ്. അപ്പോൾ നമ്മൾ ഭാഗവത്തിൽ പറയുന്ന സയൻസാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് സത്യമായിട്ടുള്ള കാര്യം. മറ്റുള്ള സയൻസ് എല്ലാം എന്ത് സംഭവിക്കുന്നു, അതെല്ലാം ഭാഗവത സയൻസിൽ നിന്നും കുറച്ചും കണക്ഷൻ ഉണ്ടാവും. പക്ഷേ കുറച്ചൊക്കെ അവർ കണ്ടുപിടിക്കുന്നുണ്ടാവും ശരിയായിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു ഫൈനൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ സാധിക്കില്ല. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തുടക്കം ഭഗവാനിൽ നിന്നാണെന്ന് പറയാൻ പല ശാസ്ത്രജ്ഞന്മാർക്കും സാധിക്കുന്നില്ല. കാര്യം ശാസ്ത്രജ്ഞന്മാരിലും പലവരും നിരീശ്വരവാദികളുണ്ട്. അപ്പം അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്, എല്ലാം സയൻസാണ് എന്ന് വിചാരിക്കുന്നവർ. പക്ഷേ എന്താണെങ്കിലും ഭാഗവതത്തിലെല്ലാം പറയുന്നുണ്ട്. ഭാഗവതത്തിൽ പറയാത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല. ശാസ്ത്രങ്ങളിലെല്ലാം ഉണ്ട്. വേദങ്ങളില്ലാത്തതായിട്ടുള്ള ഒരു കാര്യവും വരുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഒരേ സമയത്ത് എല്ലാ ജീവജാലങ്ങളും ഭഗവാൻ ഒരേ സമയത്ത് സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ കർമ്മം അനുസരിച്ചിട്ട് ഓരോ ശരീരം കിട്ടുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പം അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അവസാന സമയത്ത്, ഈ ലോകം അവസാനിക്കുന്ന സമയത്ത് നമ്മളിപ്പോഴും ഇവിടെ ഉണ്ടെങ്കിൽ, ഭൗതിക ലോകത്തിലുള്ള സമയമാണെങ്കിൽ നമ്മൾ തിരിച്ചെല്ലാവരും പോവും ബ്രഹ്മാവിൻ്റെ കൂടെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക്, വിഷ്ണുവിൻ്റെ ശരീരത്തിലേക്ക്. പക്ഷേ എന്ത് സംഭവിക്കുന്നു,
നമ്മുടെ കർമ്മത്തിൻ്റെ സൈക്കിൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല. വീണ്ടും കർമ്മം നമ്മുടെ അക്കൗണ്ടിലുണ്ടാവും. 0 ആയിട്ടില്ല. 0 ആയിക്കഴിഞ്ഞാലല്ലേ നമുക്ക് ആധ്യാത്മിക ലോകത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും അടുത്ത സൃഷ്ടി നടക്കുമ്പോൾ വീണ്ടും നമ്മൾ വരുന്നു. അപ്പോൾ ഒരു പക്ഷേ വേറെ ബ്രഹ്മാണ്ടത്തിലേക്ക് പോവാം, ഈ ബ്രഹ്മാണ്ടത്തിലായിക്കൊള്ളുന്നില്ല. അതെല്ലാം നമുക്ക് പറയാൻ സാധിക്കില്ല. കാര്യം അനേക കോടി ബ്രഹ്മാണ്ടങ്ങളാണ് ഒരു സൃഷ്ടിയിൽ വരുന്നത്. ഹരേ കൃഷ്ണ. ഓക്കെ, നമുക്ക് ഒരു ശ്ലോകം കൂടെ നോക്കാം. നാച മാം താനി കർമാണി നിബദ്ധന്തി ധനഞ്ജയ ഉദാസീനാവദാസീനം ആസക്തം തേഷു കർമ്മസു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ന ച മാം താനി കർമാണി നിബധ്നന്തി ധനഞ്ജയ ഉദാസീനവദാസീനം അസക്തം തേഷു കർമ്മസു. വിവർത്തനം. ധനഞ്ജയ, ഈ കർമ്മങ്ങൾക്കൊന്നും തന്നെ എന്നെ ബന്ധിക്കുവാൻ കഴിയില്ല. ഒരു ഭൗതിക പ്രവർത്തനങ്ങളോടും ബന്ധപ്പെടാതെ ഉദാസീനനെ പോലെ സ്ഥിതി ചെയ്യുകയാണ് ഞാൻ. ഭാവാർത്ഥം. വൈശ്രീല പ്രഭുപാദി ജയ്. ഭഗവാന് യാതൊരു പ്രവൃത്തിയുമില്ലെന്ന് ഇതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹം ആധ്യാത്മിക ലോകത്തിൽ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ആത്മാരാമസ്യ തസ്യാസ്തി പ്രകൃത്യാ ന സമാഗമഃ. ബ്രഹ്മസംഹിത 5:6. അദ്ദേഹം എപ്പോഴും ശാശ്വതവും ആനന്ദാത്മകവുമായ ആധ്യാത്മിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഭൗതിക കർമ്മങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. തന്റെ വിവിധ ശക്തികളാലാണ് ഭൗതിക കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്നത്. സൃഷ്ടിയിലെ ഭൗതിക ക്രിയകളിൽ ഉദാസീനനാണ് അദ്ദേഹം. ഉദാസീനവത എന്ന വാക്ക് ഈ ഉപേക്ഷാ ഭാവത്തെ കുറിക്കുന്നു. പ്രകൃതി പ്രക്രിയകളുടെ ഓരോ സൂക്ഷ്മാംശവും അദ്ദേഹത്തിന് അധീനമാണെങ്കിലും ഉദാസീനനെ പോലെയാണ് ഭഗവാന്റെ നില. ന്യായസ്ഥനായ ഒരു ഹൈക്കോടതി ജഡ്ജിയെ ഉദാഹരണമായി എടുക്കാം. തന്റെ കൽപ്പന പ്രകാരം പലതും സംഭവിക്കുന്നു. ഒരാളെ തൂക്കിക്കൊല്ലുന്നു, മറ്റൊരാളെ തടവിലിടുന്നു, ഇനിയും ഒരാൾക്ക് എമ്പാടും ധനം കിട്ടുന്നു. എങ്കിലും ജഡ്ജി ഇതിലെല്ലാം ഉദാസീനാണ്. ആ ലാഭനഷ്ടങ്ങളൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. അതേ വിധമത്രേ ഭഗവാന്റെ സ്ഥിതിയും. പക്ഷേ ഏതൊരു കർമ്മ മേഖലയിലും അദ്ദേഹത്തിന്റെ കൈ എത്തുന്നുണ്ട്. വൈഷമ്യ നൈർഘ്യമന്യേന. വേദാന്ത സൂത്രം 2:1-34. ഭൗതിക ലോകത്തിലെ ദ്വന്ദ്ങ്ങളിലല്ല, അവയ്ക്ക് അതീതനായാണ് അദ്ദേഹം വർത്തിക്കുന്നത്. ഇതിന്റെ സൃഷ്ടി സംഹാരങ്ങളോട് താൻ ബന്ധപ്പെടുന്നതുമില്ല. ജീവാത്മാക്കൾ താന്താങ്ങളുടെ മുൻ കർമ്മങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത ജീവഗണങ്ങളിൽ പിറവിയെടുക്കുന്നു. ഇക്കാര്യത്തിൽ ഭഗവാൻ ഒരിക്കലും ഇടപെടാറില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഇവിടെ പറയുന്നു, ധനഞ്ജയ, ഒരു കർമ്മവും ഇവിടുത്തെ എന്നെ ബാധിക്കുന്നില്ല. ഞാൻ എല്ലാത്തിൽ നിന്നും പുറത്താണ്. എല്ലാത്തിൽ നിന്നും അദ്ദേഹം ഒന്നിനോടും അദ്ദേഹത്തിന് ആസക്തിയുമില്ല. അദ്ദേഹം ഉദാസീനവത് എന്ന് പറഞ്ഞാൽ ന്യൂട്രലാണ് എന്ന് പറയുന്നത്. അദ്ദേഹം ന്യൂട്രലാണ്. കാര്യം അദ്ദേഹത്തെ ഒന്നും ബാധിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ് എല്ലാം നടക്കുന്നതും. അദ്ദേഹത്തിൻ്റെ ശക്തികളിലൂടെ ഇപ്പോൾ ഭൗതിക ലോകം മുഴുവനും അദ്ദേഹത്തിൻ്റെ ബഹിരാംഗ ശക്തിയാണ് നോക്കുന്നത്. അദ്ദേഹം അതിൽ നേരിട്ട് ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് പേഴ്സണലി ഭഗവാൻ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന ഓരോ ദിവസവും വന്ന് നോക്കിയിട്ടോ അത് ശരിയാവുന്നുണ്ടോ, സൃഷ്ടി ശരിയായോ, സംഹാരം ശരിയാവുന്നുണ്ടോ, അല്ലെങ്കിൽ അത് അങ്ങനെ ആവശ്യമില്ല. ഓൾറെഡി അദ്ദേഹത്തിൻ്റെ ശക്തിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള വഴിയിൽ നടക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് എന്നാലും എല്ലായിടത്തും ഉണ്ട്. അതാണ് അചിന്ത്യമാണ് ഇതെല്ലാം. അതാണ്. അപ്പോൾ അതാണ് ഭഗവാന്റെ ശക്തികൾ. നല്ലൊരു ഉദാഹരണം ശില പ്രഭുജിയുടെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നത് എന്താണ്? ഹൈക്കോടതി ജഡ്ജി ചിലപ്പോൾ പലതരത്തിലുള്ള വിധികൾ കൊടുക്കും അല്ലേ? ചിലവരെ തൂക്കിക്കൊല്ലാനായിരിക്കും, ചിലവർക്ക് ശിക്ഷ കൊടുക്കുന്നുണ്ടാവും, ചിലവർക്ക് എന്തെങ്കിലും ധനം കിട്ടാനുണ്ടെങ്കിൽ അത് അവർക്ക് ആ കേസ് ജയിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നു. അങ്ങനെ പലതും സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഹൈക്കോടതി ജഡ്ജിന് ഇതിലെന്തെങ്കിലും ശരിക്കും പറയുകയാണെങ്കിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ? ഇല്ല. അദ്ദേഹം ഉത്തരവ് വിടുന്നു എന്ന് മാത്രം.
പക്ഷെ അദ്ദേഹം നേരിട്ട് ഇതിലൊന്നും ഇടപഴകുന്നില്ല അല്ലേ? അല്ലെങ്കിൽ നേരിട്ട് ഒന്നിലും അദ്ദേഹത്തിന് ബാധകമല്ല. എന്താണെങ്കിലും തൂക്കിക്കൊല്ലുവാണെങ്കിലും ഒരാൾക്ക് ധനം കിട്ടുവാണെങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ച് രണ്ടും ഒരേപോലെയാണ്, വ്യത്യാസമില്ല. അതേപോലെ അപ്പോൾ അതായത് ന്യൂട്രലായിട്ടുള്ളൊരു പൊസിഷൻ. അതേപോലെയാണ് ഭഗവാൻ ഇവിടെ. എന്നാൽ ന്യൂട്രൽ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കൈയില്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷെ ആ കൈ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശക്തികളായിരിക്കും. അതാണ്. അപ്പോൾ ഭഗവാൻ ഇതിലൊന്നും ഈ ഭൗതിക ലോകത്തിലെ ഒന്നിലും അറ്റാച്ച്ഡ് അല്ല. അതാണ്. എന്നാൽ ജീവജാലങ്ങളാണ് നമുക്കൊക്കെ എന്ത് സംഭവിക്കുന്നു? കർമ്മം അനുസരിച്ചിട്ട് പുതിയ പുതിയ ശരീരങ്ങൾ കിട്ടുന്നു. അപ്പോൾ ആ ശരീരം എന്താണോ നമുക്ക് കിട്ടാനുള്ളത് അതനുസരിച്ചിട്ട് കർമ്മത്തിൻ്റെ ഫലമനുസരിച്ച് ബ്രഹ്മാവാണത് നിയോഗിക്കുന്നത്. ബ്രഹ്മാവാണ് നമ്മുടെ കർമ്മം അനുസരിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അങ്ങനെ. അപ്പോൾ അതാണ് ഭഗവാൻ നേരിട്ട് അത് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സെർവൻസും അതേപോലെ ശക്തികളും കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സൂപ്പർവിഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് കർമ്മം അനുസരിച്ച് ശരീരം കിട്ടുന്നു. ഇനി ശരീരം ലഭിച്ചു, മനുഷ്യ ശരീരം ലഭിച്ചു എന്ന് വയ്ക്കുക, പിന്നെ നമുക്ക് ഇവിടെ ജനിക്കാതിരിക്കാനുള്ള മാർഗം നോക്കാൻ സാധിക്കും. കർമ്മത്തിൽ ഭഗവാൻ ഇടപെടുന്നില്ല. പക്ഷെ നമ്മൾ ഭക്തനായി മാറിക്കഴിഞ്ഞാൽ, ഭക്തിയുത സേവനങ്ങൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ, പിന്നീട് അങ്ങനെ ആവുമ്പോൾ ഭഗവാൻ നേരിട്ട് ഇടപെട്ട് തുടങ്ങും നമ്മുടെ ജീവിതത്തിൽ. അല്ലാത്ത പക്ഷം അദ്ദേഹം ന്യൂട്രലായിട്ടിരിക്കുകയുള്ളൂ. അത് ഈ കാലചക്രം പോകുന്ന പോലെയും കർമ്മത്തിൻ്റെ ഫലമനുസരിച്ചും ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവർക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കുന്നുമുണ്ട്. സമൂഹം സർവഭൂതേഷു, വായു, ജലം, ഭക്ഷണം എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ ആരെങ്കിലും ഒന്ന് അദ്ദേഹത്തെ വിളിക്കുകയാണെങ്കിൽ, സ്നേഹത്തോടു കൂടി ഭഗവാന്റെ നാമം ജപിക്കുകയാണെങ്കിൽ, ആ സമയത്ത് ഭഗവാൻ നേരിട്ട് ആരോ എന്നെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ കർമ്മം ശരിക്കും ഉള്ളതുപോലെ നടക്കാതിരിക്കാം. എല്ലാം ഭഗവാന്റെ ഇച്ഛയാണ്. ചില കർമ്മങ്ങൾ അനുഭവിക്കേണ്ടി വരും ഭക്തനാണെങ്കിൽ പോലും. ചില കർമ്മങ്ങൾ ഭഗവാന് മാറ്റിക്കളയാനും സാധിക്കുന്നു. അതെങ്ങനെ, എന്ത് എന്നൊന്നും നമുക്കറിയില്ല. എല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് ഭക്തനായി മാറിയാലും ചില കർമ്മങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അനുഭവിക്കേണ്ടി വരും. അതിന് സംശയമൊന്നുമില്ല. എന്തുകൊണ്ട് അങ്ങനെ അനുഭവിക്കണം എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാര്യം ഓൾറെഡി മച്ചുവറായിട്ടുള്ള കർമ്മമാണ്. അത് അനുഭവിച്ച് തീർക്കേണ്ട കാര്യമായിരിക്കും. അതുകൊണ്ട് ഭക്തർക്കും ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനെ വേണ്ടി വരുമായിരിക്കാം. ഇനി ചില കേസുകളിലാണെങ്കിൽ ഭഗവാൻ അത് റൈറ്റ് ഓഫ് ചെയ്യും. റൈറ്റ് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാൻസൽ ചെയ്ത് കളയും. അതും ചെയ്യാം. എല്ലാം അദ്ദേഹത്തിൻ്റെ ഇച്ഛയാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ കാര്യങ്ങൾ നടക്കും. അപ്പോൾ നമുക്കതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കർമ്മം അനുഭവിച്ചാലും അനുഭവിക്കാണ്ടിരുന്നാലും റൈറ്റ് ഓഫ് ചെയ്താലും എല്ലാം ഭഗവാന്റെ ഇച്ഛ. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. സതതം കീർത്തയന്തോ മാം അനന്യശ്ചിന്തയന്തോ മാം, അല്ലേ? നാമസങ്കീർത്തനം, നാമജപം, ഭാഗവത പഠനം, ധാംവാസ്, അതേപോലെ തന്നെ സത്സംഗം, ഇങ്ങനെ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. അതനുസരിച്ച് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ശാസ്ത്രങ്ങൾ പ്രകാരം, ശാസ്ത്രം എന്ന് പറയുന്നത് ഭഗവാന്റെ വാക്കുകളാണ്, അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്നു. നമുക്ക് അങ്ങനെയാവുമ്പോൾ ഭഗവാൻ കാര്യങ്ങളിൽ ഇടപെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം നമ്മളെ ഗൈഡ് ചെയ്യും. അകത്തുനിന്ന് അദ്ദേഹം ഗൈഡ് ചെയ്യും, പുറത്തുനിന്ന് നമ്മുടെ ഗുരുവും ഗൈഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഗുരു ഉണ്ടാവും. ഹരി, ഗുരു, വൈഷ്ണവ, ഈ 3 പേരും. ഹരി ഭഗവാൻ, ഗുരുവുണ്ട്, വൈഷ്ണവരുണ്ട്, ശാസ്ത്രങ്ങളുണ്ട്. ഇത് പ്രകാരം നമ്മൾ മുന്നോട്ട് പോകുന്നു. അങ്ങനെ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തുവാനും സാധിക്കുന്നു. അതാണ്. അപ്പോൾ അതാണ് നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ 10ാമത്തെ ശ്ലോകം അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീ ഭഗവത്ഗീത की जय. जगद्गुरु शिला प्रभुपाद की जय. वंशाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. हरे कृष्ण.